നമസ്കാരം. മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒരുങ്ങി ലെബനൻ. ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായ നയീം ഖൊസീമാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഓഡിയോ സന്ദേശത്തിലൂടെയാണ് നയീം ഇക്കാര്യം ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-ാം തീയതിയാണ് ഹസൻ നസറുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇയാളും ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളും ഒരുമിച്ചിരുന്ന് രഹസ്യ ചർച്ച നടത്തുന്നതിനിടയിലാണ് ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം ഇയാളെ വധിച്ചത്. ഇയാൾക്കൊപ്പം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും അന്ന് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ള തലവനും അനുയായികളും ലെബനനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ, അതായത് ഭൂമിക്കടിയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഇവരുടെ രഹസ്യത്താവളം എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിനെക്കുറിച്ച് പല വാർത്തകളും പിന്നീട് പുറത്തു വന്നിരുന്നു. ഒരു സൗദി മാധ്യമം പുറത്തുവിട്ടത്, നേരത്തെ ഒരു ഇറാൻകാരനായ ഇസ്രായേൽക്കാരൻ ഹിസ്ബുള്ള തലവനെ കാണാനെത്തിയിരുന്നു എന്നും ഇയാൾ ഹസൻ നസറുള്ളയ്ക്ക് ഹസ്തദാനം നൽകിയെന്നും ഈ ഹസ്തദാനത്തിലൂടെ ചാരൻ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു രാസവസ്തു നസറുടെ കയ്യിൽ പുരട്ടിയെന്നാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദെ നിയോഗിച്ചിരുന്ന ഡ്രോണുകൾ, ലെബനനിലാകെ ഇത്തരത്തിലുള്ള നിരവധി ഡ്രോണുകളാണ് ഈ ചാരസംഘടന നിയോഗിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. ഈ ഡ്രോണുകളാണ് കൃത്യമായി ഹസൻ നസറുള്ള എവിടെയാണുള്ളത് എന്ന് ഈ കെമിക്കൽ വഴി ട്രാക്ക് ചെയ്താണ് ഇയാളെ വധിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയത് എന്നാണ് സൗദി മാധ്യമം പറയുന്നത്. എന്നാൽ മറ്റു ചിലരാകട്ടെ ഹസൻ നസറുള്ളയുടെ വിശ്വസ്തരായ സ്വന്തം അനുയായികൾ തന്നെയാണ് ഇയാളെ ഒറ്റിക്കൊടുത്തത് എന്നാണ് ആരോപിക്കുന്നത്. ഈ മാസം 23-നാണ് നസറുള്ളയുടെ സംസ്കാര ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നസറുള്ളയ്ക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റു ചില ഹിസ്ബുള്ള കമാൻഡർമാരുടെ സംസ്കാരവും ഒരുപക്ഷെ അന്ന് നടക്കാനാണ് സാധ്യത. 32 വർഷമാണ് ഹസൻ നസറുള്ള ഹിസ്ബുള്ളയുടെ തലവനായിരുന്നത്. 2021 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറിയതിൻ്റെ അടുത്ത ദിവസം മുതൽ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു. അതിന് മുഖ്യ സൂത്രധാരനും ഹസൻ നസറുള്ള തന്നെയായിരുന്നു. ലെബനനിലെ വീടുകൾ പോലും കയ്യേറി ഹിസ്ബുള്ള ഭീകരർ അവിടെ അവരുടെ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുകയായിരുന്നു. മിസൈലുകളും റോക്കറ്റുകളും ഒക്കെയായിരുന്നു സാധാരണ വീടുകളുടെ വരാന്തയിലും അടുക്കളയ്ക്കുള്ളിലും എല്ലാം തന്നെ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അങ്ങനെ സാധാരണക്കാരായ ലെബനൻകാരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ലെബനനിൽ പ്രവർത്തിച്ചിരുന്നത്. കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ആ രാജ്യത്തെ താറുമാറാക്കുന്നതിൽ ഈ തീവ്രവാദ സംഘടന വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഹസൻ നസറുള്ളയുടെ വധത്തെ തുടർന്ന് പിന്നീട് തുടർച്ചയായി 2 മാസത്തോളം ഇസ്രായേൽ സൈന്യം നിരന്തരമായി ലെബനനിലേക്ക് നേരിട്ട് കയറി ആക്രമണം നടത്തുകയായിരുന്നു. പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് സംഭാഷണങ്ങളെ തുടർന്നാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 18 വരെയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേർക്ക് നടത്തിയ ആക്രമണത്തെ തുടർന്ന് കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് അന്ന് ഹസൻ നസറുള്ളയുടെ മൃതദേഹം ലെബനൻ കണ്ടെടുത്തത്. എന്നാൽ ഇയാളുടെ സംസ്കാരം നടത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നായിരിക്കും ഈ സംസ്കാരം നടക്കുക എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെയും കൃത്യമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ലെബനനോ ഹിസ്ബുള്ളയോ നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്. കൂടാതെ നേരത്തെ ഇസ്രായേൽ വധിച്ച ഹമാസ് തലവനായിരുന്ന ഹസൻ നസറുള്ളയുടെ മൃതദേഹം ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശമാണുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. ഈ മൃതദേഹം വിട്ടുകൊടുക്കണം എന്ന ഹമാസിൻ്റെ ആവശ്യം ഇസ്രായേൽ തള്ളിക്കളയുകയായിരുന്നു. അതിനിടെ ദക്ഷിണ ലെബനനിൽ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം അവിടെ നിരീക്ഷണം തുടരുകയാണ്. അവരുടെ സാന്നിധ്യത്തിന് എതിരെ അവിടെ നിരന്തരമായി ഇപ്പോൾ നാട്ടുകാർ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രക്ഷോഭകർ അക്രമാസക്തരായതിനെ തുടർന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 24 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്നലെയും സൈന്യത്തിനെതിരെ പ്രതിഷേധം നടന്നിരുന്നു. പട്ടാളം വെടിവെച്ചിരുന്നു എങ്കിൽ പോലും ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല.